ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടെൻഡർ കോക്കനട്ട് ചിപ്സ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. അതിന് വേണ്ടി 2 ടെൻഡർ കോക്കനട്ട് എടുത്തിട്ടുണ്ട്. 2 പൊട്ടിച്ച് മാറ്റി വെച്ചാട്ടോ അത്. അപ്പോൾ അതിൻ്റെ പരുവെന്ന് പറയുന്നത് തേങ്ങയിൽ ഇളകിയ തേങ്ങ എന്നൊക്കെ പറയില്ലേ, അതാണ്. അതേമാതിരി ടെൻഡർ കോക്കനട്ടിൽ കുറച്ച് മൂത്ത ഐറ്റല്ലേ, അതാട്ടോ വേണ്ടത്. ഇനി ഈ ചിരട്ടയിൽ നിന്ന് കാമ്പ് അടർത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി വെള്ളത്തിലൊക്കെ കുത്തുന്ന ചെറിയ അമ്മിക്കുട്ടില്ലേ, അതിട്ട് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടൊന്ന് സൈഡിലൊക്കെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. കനമുള്ള എന്തെങ്കിലും സാധനം വെച്ചിട്ട് ചിരട്ടേൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്നായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ പൊട്ടിയിട്ട് വരും. അതൊന്ന് കത്തി വെച്ചിട്ടൊന്ന് അടർത്തിയിട്ട് മാറ്റിയെടുക്കാം. എളുപ്പത്തിലെടുക്കാൻ പറ്റും കേട്ടോ. ചിരട്ടയിൽ നിന്ന് കാമ്പ് അടർത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൈകി വൃത്തിയാക്കാം. ഇനി ഇതിൻ്റെ പുറമേ കാണുന്ന ലൈറ്റ് ബ്രൗൺ കളറുള്ള സ്കിന്നില്ലേ, അതൊന്ന് കളഞ്ഞെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ പീലറായിട്ട് എടുത്തിട്ടുള്ളത്. കത്തി വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കട്ടെ. സ്കിന്നൊക്കെ കളഞ്ഞ് ഒന്നും കൂടി കൈകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം സ്ലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഈ വെജിറ്റബിൾ കട്ടറായിട്ട് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതാട്ടോ, ഈ രീതിയിലാണ് വേണ്ടത്. അങ്ങനെ എല്ലാതും ചെയ്തെടുക്കാം. 4 പീസ് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു നോർമൽ വെള്ളത്തിലോട്ട് മാറ്റാം. ഇത് നല്ലോണം ഒന്ന് കൈകി എടുക്കണം കേട്ടോ. ഒരു 5-6 പ്രാവശ്യമെങ്കിലും കൈകി എടുക്കേണ്ടി വരും. ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവുന്നത് വരെ കൈകി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട വെള്ളത്തിൻ്റെ, അപ്പോൾ അത് നോർമൽ വെള്ളം ആവുന്നത് വരെ കൈകി എടുക്കാം. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം കൈകി എടുത്തതിന് ശേഷം വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനിലോട്ട് മാറ്റാം. ഇനി നല്ലോണം വെള്ളം ചോർന്നതിന് ശേഷം നല്ല തിളച്ച വെള്ളം എടുക്കുക കേട്ടോ. ഇത് മുങ്ങിക്കെടുക്കുന്ന രീതിയിലുള്ള വെള്ളം എടുക്കണം. അത്രയ്ക്ക് വെള്ളം എടുത്തിട്ട് ഇതൊരു 2 മിനിറ്റ് നേരം ഇതിൽ കിടക്കട്ടെ. അപ്പോഴേക്കും ഇതൊന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇതിൻ്റെ പുറമേയുള്ള ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് പോയി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ടേക്കുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്ട്രെയിനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം നല്ലോണം ചോർത്തിയെടുക്കണം കേട്ടോ. ഇനി ഇത് ഷുഗർ സിറപ്പ് ലായനിലോട്ട് ഇട്ട് വെക്കണം. അതിനുവേണ്ടി ഞാൻ ഷുഗർ സിറപ്പ് ലായനി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് 2 കപ്പ് വെള്ളവും 1 കപ്പ് പഞ്ചസാരയും 1 നുള്ള് ഉപ്പിട്ടിട്ട് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ടെൻഡർ കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് 1 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യാം കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് സ്ട്രെയിനിലോട്ട് മാറ്റാം. ഇനി ഇതിൽ വേറെ എന്തെങ്കിലും ഫ്ലേവർ, വാനിലയോ അതേപോലെ തന്നെ ഏലക്കായൻ്റെ ഫ്ലേവറൊക്കെ വേണമെങ്കിൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു ഫ്ലേവറും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം ചോർത്തിയെടുക്കാം. ഇനി കുറച്ച് നേരം സ്ട്രൈനറിലിട്ട് വെച്ചതിന് ശേഷം ഞാൻ കിച്ചൺ ടവലിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വേഗം ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം അധികം സ്ട്രൈനറിൽ വെച്ചാലും മതി. അപ്പോൾ വെള്ളമൊക്കെ പോയി കിട്ടും. അപ്പോൾ ഞാനത് വേഗം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് വെള്ളത്തിൽ അംശമുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി കിച്ചൺ ടവലിൽ വെച്ചിട്ടൊന്ന് ഒപ്പിയെടുക്കുകയാണ്. ഇനി നല്ലോണം വെള്ളം ഒപ്പിയെടുത്തതിന് ശേഷം ഓവനിൽ ക്രിസ്റ്റൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് പരത്തി വെച്ചെടുക്കാം. എൻ്റെ ക്രിസ്റ്റൽ പ്ലേറ്റ് ചെറുതാണ് കേട്ടോ. അപ്പോൾ ചെറുതായതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം ചെയ്തെടുക്കാനുള്ളതുണ്ട്. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് ഓവനിലോട്ട് മാറ്റാം. ഓവനിൽ ഏറ്റവും കുറഞ്ഞ മൈക്രോവേവിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വാട്ട്സിൽ വെക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ
കുറഞ്ഞ വാട്സില 300 വാട്സിലാണ് വെച്ചിട്ടുള്ളത്. 300 വാട്സിൽ ഒരു 45 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. അതിൻ്റെ ഇടയ്ക്കൊക്കെ തുറന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് പരത്തി വെക്കാം കേട്ടോ. അങ്ങനെ ഒരു 3 പ്രാവശ്യമെങ്കിലും ചെയ്തെടുക്കാം. അങ്ങനെ 45 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല കറുമുറ സ്വീറ്റ് ടെൻഡർ കോക്കനട്ട് ചിപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.